ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ കമ്പനിയിൽ അരിനുറുക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ മെഷീൻ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു ഇതിൽ എത്ര ഐറ്റംസ് നുറുക്കുകൾ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെയാണ്. അപ്പോൾ അതിലൊരു 10-20-25 ഐറ്റത്തോളം നുറുക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡൈ ഇട്ട് കൊടുത്തിട്ട് ഏത് നുറുക്കാണോ നമുക്ക് വേണ്ടത് ആ നുറുക്ക് നമ്മൾ ആദ്യം തന്നെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ പ്ലേറ്റ് ഇട്ടതിന് ശേഷം ആ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ആ സേവ് ചെയ്തത് ഓക്കെ അമർത്തിയിട്ട് പിന്നെ നമ്മൾ സൈക്കിൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മോഡലിലുള്ള നുറുക്ക് ഏത് നുറുക്കാണെങ്കിലും അരിയാണെങ്കിലും ഏത് നുറുക്കാണെന്നുണ്ടെങ്കിലും നമുക്കത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന വെളുത്തുള്ളി ഇട്ടിട്ടുള്ള ഫ്ലവർ നുറുക്കാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റ്, ഒറിജിനൽ ഗാർലിക് പേസ്റ്റ് അരച്ച് ഉണ്ടാക്കുന്നതാണ്. ഫ്ലേവറോ അല്ലെങ്കിൽ എസൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ നുറുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരുവിധം ആരും ഇങ്ങനത്തെ ഷേപ്പിൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ